മുഖ്യ പ്രഭാഷണം നടത്താനായി എത്തിയിരിക്കുന്നത് ബഹുമാനപ്പെട്ട ബോബി എബ്രഹാം സാറാണ്. സാർ മേലപ്പുറ ഇടവകമാണ്. മലയാള മനോരമയുടെ പത്തനംതിട്ട ബ്യൂറോ അസിസ്റ്റന്റ് എഡിറ്ററായിട്ട് സാർ പ്രവർത്തിക്കുന്നു. തന്നെ പിതാവിനെ പറ്റിയുള്ള കൂടുതൽ വിവരങ്ങളും അതിൻ്റെ ചരിത്ര പശ്ചാത്തലങ്ങളും നാളുവഴികളും ഒക്കെ സാർ വിശദമായിട്ട് സംസാരിക്കും. നമുക്കൊരു ഐഡന്റിറ്റി, ഒരു അസ്തിത്വം ഉണ്ടാക്കി തന്ന ഒരു വലിയ മനുഷ്യനാണ് മാർ യോഹന്നാസ് തിരുമേനി. ഹൃദയത്തിൽ ദൈവത്തിൻ്റെ കൈവപ്പുള്ള ഒരു വലിയ മനുഷ്യൻ. അദ്ദേഹം സഞ്ചരിച്ച വഴികൾ, സഹനത്തിൻ്റെയും സംഘർഷങ്ങളുടെയും മാനസിക സംഘർഷങ്ങളുടെയും ഒക്കെ വഴികൾ. ഈ അവസരത്തിൽ അദ്ദേഹം സഹിച്ച എല്ലാ സഹനങ്ങളും നമുക്ക് നന്ദിയോടെ ഓർക്കാം. ആ കടപ്പാട് നമുക്ക് ആദരപൂർവ്വം നിറവേറ്റാം. ബഹുമാനപ്പെട്ട ബോബി എബ്രഹാം സാറിനെ MCA ഉളനാട് യൂണിറ്റിൻ്റെ പേരിലും ഈ കൊച്ചു ഇടവകളുടെ പേരിലും ഇടവകയിലേക്ക് ഹാർദവമായി സ്വാഗതം ചെയ്തു. മാർ യോഹന്നാസ് തിരുമേനിയെ കുറിച്ച് ഒരു പത്രപ്രവർത്തകൻ എന്നുള്ള നിലയിൽ അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരു രീതിയിൽ ഒരു വിശകലനം മാത്രമേ ഞാൻ ഉദ്ദേശിക്കുന്നു. ആളുകൾ പട്ടത്ത് ഒരു വിശുദ്ധൻ എന്ന് തന്നെ പറയാം, നമ്മളുടെ മനസ്സിലുള്ള വിശുദ്ധൻ്റെ ഒരു കബറിടത്തിലേക്ക് യാത്ര ചെയ്യുക. സാങ്കേതികമായി ധന്യൻ എന്നുള്ള പദവിയിലേക്ക് മാത്രമേ എത്തിയിട്ടുള്ളായിരിക്കും. പക്ഷെ നമ്മുടെയൊക്കെ മനസ്സിൽ വിശുദ്ധ പദവിയിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ മനസ്സിൽ വിശുദ്ധനായി നമ്മൾ സങ്കല്പിച്ചിട്ടുള്ള മാർ യോഹന്നാസ് തിരുമേനിയുടെ കബറിടത്തിലേക്ക് അനേകം ആളുകൾ സഞ്ചരിച്ചു കൊണ്ടിരിക്കുകയാണ്. അനേകം ആളുകൾ അടുത്ത ദിവസങ്ങളിൽ അവിടെ എത്താനുള്ള ഒരുക്കത്തിലുമാണ്. ആരായിരുന്നു മാർ യോഹന്നാസ് തിരുമേനി? ഏറ്റവും ചുരുങ്ങിയ വാക്കുകളിൽ നമ്മൾ പറഞ്ഞാൽ 1882 ജനിച്ചു. 1908 വൈദികനായി, 1925 മെത്രാനായി, 1953 ജൂലൈ 15 കാലം ചെയ്തു. ഇതാണ് അദ്ദേഹത്തിൻ്റെ ജീവിതരേഖ ചുരുങ്ങിയ വാക്കുകളിൽ പറഞ്ഞത്. അദ്ദേഹത്തോടൊപ്പം ജനിക്കുകയും ഈ ലോകത്ത് നിന്ന് കടന്നു പോവുകയും ചെയ്ത ധാരാളം ആളുകളുണ്ട്. പക്ഷേ എന്താണ് മാർ യോഹന്നാസ് തിരുമേനിയെ വ്യത്യസ്തനാക്കുന്നത്? അവിടെയാണ് ആ ചോദ്യം. നമ്മൾ പലപ്പോഴും മാർ യോഹന്നാസ് തിരുമേനിയെ മലങ്കര കത്തോലിക്ക സഭയുടെ ഒരു ആചാര്യൻ എന്നുള്ള നിലയിലേക്ക് മാത്രം ചുരുക്കി കാണാൻ ശ്രമിക്കാറുണ്ട്. പക്ഷെ മാർ യോഹന്നാസ് തിരുമേനി പല തലങ്ങളിൽ വ്യത്യസ്തനായി എന്നതുകൊണ്ടാണ് അദ്ദേഹത്തെ ഇന്നും നമ്മൾ ഓർത്തിരിക്കുന്നതും അദ്ദേഹത്തിൻ്റെ സേവനങ്ങളെ മറച്ചു വെക്കാൻ കഴിയാതിരിക്കുന്നതും. ഈ ചുരുങ്ങിയ ജീവിതകാലത്ത് അദ്ദേഹം നമുക്കായി എന്തൊക്കെ അവശേഷിപ്പിച്ചു പോയി എന്നുള്ളിടത്താണ് ചോദ്യം. അദ്ദേഹം വലിയൊരു വിഷണറി ആയിരുന്നു. മിഷണറിയുമാണ്, വിഷണറിയുമാണ്. അപ്പോൾ ആ ഒരു വിഷണറി അത് എങ്ങനെ അതിലേക്ക് വന്നു എന്നുള്ളതാണ് നമ്മളുടെ ചോദ്യം. മാർ യോഹന്നാസ് എങ്ങനെ വ്യത്യസ്തനായിരിക്കും? ഞാൻ പോയിന്റ് ബൈ പോയിന്റ് ആയിട്ടേ പറയുന്നുള്ളൂ, ഒത്തിരി പടർന്നു പോകാതിരിക്കാൻ വേണ്ടി. ഏറ്റവും പ്രധാനം ഞാൻ മനസ്സിലാക്കുന്നത്, മാർ യോഹന്നാസ് തിരുമേനി അസാമാന്യമായ കഴിവുകൾ ഉള്ളൊരു മനുഷ്യനാണ്. ആ കഴിവുകൾ അതിൻ്റെ പാരമ്യത്തിലെത്തുമ്പോഴാണ് ഒരു മനുഷ്യന് വലിയ ചിന്തകളിലേക്കും പുതിയ വഴികളിലേക്കും കടന്നു പോകാൻ കഴിയുക. അത്തരം ഒരു ചിന്തകളിൽ നിന്നാണ് അദ്ദേഹത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഗുണമായ ഉപേക്ഷിക്കൽ ഉണ്ടായത് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. എന്താണ് അദ്ദേഹം ഉപേക്ഷിച്ചത്? മാർ യോഹന്നാസ് തിരുമേനിയെ സംബന്ധിച്ചിടത്തോളം നമ്മൾ എല്ലാ മനുഷ്യർക്കും ഏറ്റവും സേഫായിട്ട് ചെയ്യാവുന്ന ഒരു കാര്യം നമ്മൾ എവിടെ ആയിരിക്കുന്നോ അവിടെ തുടരുക. മാർ യോഹന്നാസ് തിരുമേനി ഓർത്തഡോക്സ് സഭയിലെ വളരെ അറിയപ്പെടുന്ന ഒരു വൈദികനായിരുന്നു. അദ്ദേഹം ദൈവശാസ്ത്രം പഠിപ്പിക്കുന്ന ആളായിരുന്നു. അദ്ദേഹം ഒരു മെത്രാനായി ആളാണ്. ബഥനിയുടെ സന്യാസ സമൂഹത്തിന്റെ സ്ഥാപകനാണ്. എവിടെ ആയിരിക്കുന്നുവോ അവിടെ ആയിരുന്നാൽ അദ്ദേഹത്തിന്
ഒന്നും ഒരു ക്ലേശവുമില്ലാതെ മുന്നോട്ട് പോകാൻ കഴിയുന്ന ഒരാളായിരുന്നു മാറിവാനീസ് തിരുമേനി. നമുക്കറിയാവുന്ന പോലെ 1926 കാതോലിക്കേറ്റ് സിംഹാസനം സ്ഥാപിക്കാൻ ഏറ്റവും മുൻകൈയെടുത്ത വ്യക്തിയും കൂടിയായിരുന്നു മാറിവാനീസ് തിരുമേനി. പക്ഷേ ഒരു അന്വേഷണത്തിന്റെ അവസാനം അത്തരം കാര്യങ്ങളെല്ലാം ഉപേക്ഷിച്ചു പോകാനുള്ള ഒരു മനസ്സ് മാറിവാനീസ് തിരുമേനിക്ക് ഉണ്ടായി. ആ ഉപേക്ഷിക്കലിലാണ് മാറിവാനീസ് തിരുമേനിയുടെ ആദ്യത്തെ മഹത്വം നമുക്ക് കാണാൻ കഴിയുന്നത്. എന്തൊക്കെയാണ് ഉപേക്ഷിച്ചു പോയത്? വലിയൊരു ജനസമൂഹം, വിശ്വാസികളായ വലിയൊരു ജനസമൂഹം ഉണ്ടെന്നുള്ള ആ ഒരു കരുത്ത്, ബഥനി പോലെ വലിയൊരു സ്ഥാപനം, ബഥനി അത് എത്രയോ ഏക്കറിൽ പരന്നു കിടക്കുന്ന, അല്ലെങ്കിൽ അവിടെ വലിയൊരു സാധ്യതകളുള്ള ഒരു സമൂഹം, അവിടെ ആ മല മുഴുവൻ വിട്ടിറങ്ങുക, ഇതെല്ലാം ഉപേക്ഷിച്ച് ആ യാത്രയെക്കുറിച്ച് ചില പുസ്തകങ്ങളിൽ പറയുന്നത്, അവരവിടെ നിന്ന് ഇറങ്ങുമ്പോൾ ആകെ ഈ 5 പേര് ആണ് ആദ്യം അവിടെ നിന്ന് ഇറങ്ങുന്നത്. ഈ ഇറങ്ങി വരുമ്പോൾ അവർക്കന്ന് യാത്രാ സൗകര്യങ്ങളില്ല. അവരവിടെ നിന്ന് റാന്നിയിൽ നിന്ന് കടത്ത് കടന്ന് വെണ്ണിക്കുളത്തേക്ക് എത്തുന്നു. ആ വെണ്ണിക്കുളത്ത് വന്ന് അവിടെ താമസിക്കുന്നു, പിന്നീട് തിരുമൂല പോയി താമസിക്കുന്നു. ഇങ്ങനെ പല ഘട്ടങ്ങളിലായി പല സ്ഥലങ്ങളിലേക്ക് താമസിച്ച് പല ആളുകളുടെ സഹായത്തോടെ അപ്പോഴേക്കും കുറച്ച് പേരുകൂടി അവരോടൊപ്പം എത്തുന്നു. പക്ഷെ അവരാരെയും അദ്ദേഹം കൂടെ കൂട്ടുന്നില്ല. അദ്ദേഹം നേരെ ഇവിടെ പോയി കൊല്ലത്ത് പോയി നമ്മുടെ കത്തോലിക്ക സഭയിലേക്ക് പുനരയിക്കപ്പെടുകയാണ്. അതായത് ഉപേക്ഷിക്കാനുള്ള ഒരു മനസ്സിൽ നിന്ന് അദ്ദേഹത്തിന് വലിയ ഊർജം, ഞാൻ ഒന്നും കൊണ്ടുപോകുന്നില്ല, നാളെ നിങ്ങൾക്കാർക്കും എന്നെ കുറിച്ച് ഒന്നും പറയാൻ ഞാൻ ഇടയാക്കില്ല എന്നുള്ള, എങ്കിലും പിന്നീട് പലതും അദ്ദേഹം കേട്ടു. എങ്കിലും ഈ ഉപേക്ഷിക്കലായിരുന്നു അദ്ദേഹത്തിന്റെ ഏറ്റവും വലിയ മഹത്വം ഉണ്ടായിരുന്നത് എന്ന് ഞാൻ ഓർക്കുന്നു. ഞാൻ മനസ്സിലാക്കിയ ഒരു കാര്യമാണ്. അതോടൊപ്പം തന്നെ സത്യം അന്വേഷിക്കൽ ആയിരുന്നു മാറിവാനീസ് തിരുമേനിയെ വ്യത്യസ്തനാക്കിയ രണ്ടാമത്തെ ഘടകം. എന്തായിരുന്നു അദ്ദേഹം അന്വേഷിച്ച സത്യം? നമുക്കറിയാവുന്ന പോലെ വലിയ ഒരു വഴക്കിന്റെ ചരിത്രം ഉണ്ട് നമ്മളുടെ സഭയ്ക്ക്. ഞാൻ സഭ എന്ന് പറയുമ്പോൾ ഭാരതത്തിലെ സഭയ്ക്ക് അല്ലെങ്കിൽ കേരളത്തിലെ സഭയ്ക്ക് വലിയൊരു വഴക്കിന്റെ ചരിത്രം കൂടി. ഓർത്തഡോക്സ് ആ ചരിത്രമൊക്കെ ഒരു പക്ഷേ നിങ്ങൾക്ക് കൂടുതൽ അറിയാമായിരിക്കാം. ഞാൻ ആ ചരിത്രത്തിലേക്ക് കടക്കുന്നില്ല. എങ്കിലും കൂരൻകുരിശ് സത്യത്തോടെ ആഗോള കൂട്ടായ്മയിൽ നിന്ന് വിട്ടുപോയവരാണ് നമ്മൾ. ആ ആഗോള കൂട്ടായ്മയിൽ നിന്ന് വിട്ടുപോയ നമുക്ക് പിൽക്കാലത്ത് നമ്മൾ അന്ത്യോക്യൻ പാരമ്പര്യത്തിലേക്ക് നമ്മൾ പോയി. അന്ത്യോക്യൻ അന്ന് 2 രീതിയിലേക്ക് പോയി. അത്ര ചരിത്രങ്ങളിലേക്ക് ഞാൻ കടക്കാൻ ആഗ്രഹിക്കുന്നത്, ചരിത്രങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയാമായിരിക്കും. ആ കൂട്ടായ്മയിൽ നിന്ന് നമ്മൾ വിട്ടുപോരാനുള്ള കാരണത്തെക്കുറിച്ച് അദ്ദേഹം നിരന്തരം അന്വേഷിച്ചുകൊണ്ട്, നമ്മളങ്ങനെ ഒറ്റപ്പെട്ട് നിൽക്കേണ്ടവരല്ല, സഭ എന്ന് പറയുന്നത് ഒന്നാണ്, ആഗോളതലത്തിൽ തന്നെ സഭ ഒന്നായി നിൽക്കേണ്ടതാണ് എന്നുള്ള ചിന്തയിൽ നിന്നാണ് അദ്ദേഹം മുന്നോട്ട് പോകുന്നത്. ആ ചിന്ത ശക്തമായി മുന്നോട്ട് വന്നപ്പോൾ അതിന് കൂടെ നിന്ന ധാരാളം ആളുകൾ അന്ന് സഭയിലുണ്ടായിരുന്നു. മാത്രമല്ല മാറിവാനീസ് തിരുമേനിയെ അതിനായി ചുമതലപ്പെടുത്തുകയും ചെയ്തു. അതായത് കത്തോലിക്ക സഭയുമായി ചർച്ച ചെയ്യാനായിട്ട് അദ്ദേഹത്തെ ചുമതലപ്പെടുത്തുകയും ചെയ്തു. തുടർന്ന് നിരന്തരമായ അന്വേഷണങ്ങളിലേക്കാണ് അദ്ദേഹം പോയത്. ആ അന്വേഷണത്തിലാണ് അദ്ദേഹം മലങ്കരയിൽ കാതോലിക്കേറ്റ് സ്ഥാപിക്കണം എന്നുള്ള ഒരു ചിന്തയിലേക്ക് പോവുകയും, അതൊക്കെ നമുക്ക് പറയുന്നത് ഇപ്പം പറഞ്ഞു കാതോലിക്കേറ്റിനെ കുറിച്ചുള്ള പ്രസക്തിയെ കുറിച്ചൊക്കെ ചർച്ച ചെയ്യുന്ന സമയമാണ്. മലങ്കരയിൽ ഒരു കാതോലിക്കേറ്റ്, അതായത് മലങ്കര സഭയ്ക്ക് ഒരു സ്വന്തം അസ്തിത്വം ഉള്ള ഒരു സഭയാണെന്നും ഈ മലങ്കര സഭയ്ക്ക് ഒരു കാതോലിക്കേറ്റ് സ്വയം അധികാരവും ശേഷിയുമുള്ള സുവിശേഷവൽക്കരണം നടത്താൻ അധികാരമുള്ള ഒരു കാതോലിക്കേറ്റ് ആവശ്യമാണെന്നുള്ള ചിന്തയിലേക്ക് അദ്ദേഹം അത് സ്ഥാപിക്കുകയും ചെയ്തു. അതിനുശേഷമുള്ള അദ്ദേഹത്തിന്റെ നിരന്തരമായ പ്രയത്നം കത്തോലിക്ക സഭയുമായി വീണ്ടും ഐക്യത്തിലേക്ക് പോവുക എന്നുള്ളതായി. അതിനായി അദ്ദേഹം നിരന്തരം വിശ്വാസ സംബന്ധമായ പഠനങ്ങളിലേക്ക് നീങ്ങി.
പക്ഷെ പലപ്പോഴും നമ്മൾ ആഗ്രഹിക്കുന്നത് പോലെയല്ല കാര്യങ്ങൾ നീങ്ങുന്നത്. അന്ന് സഭാസംബന്ധമായി ഉണ്ടായിരുന്ന വഴക്കിന് കാരണമായിരുന്ന വലിയൊരു കേസിൽ അനുകൂല വിധി വന്നതോടെ സാമ്പത്തിക സ്ഥിതിയൊക്കെ ഭദ്രമാവുകയും ചെയ്തതോടെ മറ്റുള്ള ആളുകളൊക്കെ അതിൽ നിന്ന് പിൻവാങ്ങും. ഇനി അതിന്റെ ആവശ്യമില്ല, നമ്മൾ കത്തോലിക്ക സഭയിലേക്ക് പുനരയിക്കപ്പെട്ടോ അല്ലെങ്കിൽ അല്ലാതെ അവരോട് ചേരേണ്ട കാര്യമില്ല, നമുക്ക് ഒറ്റയ്ക്ക് തന്നെ നിൽക്കാം എന്നുള്ള തീരുമാനമാണ്. പക്ഷെ താൻ അന്വേഷിച്ച് കണ്ട കാര്യങ്ങൾ, സത്യങ്ങൾ എന്താണെന്ന് മനസ്സിലാക്കിയ മാറിവാനോസ് തിരുമേനി അങ്ങനെ പിന്മാറാൻ തയ്യാറായിരുന്നു. അങ്ങനെയാണ് മാറിവാനോസ് തിരുമേനി ആ സത്യാന്വേഷണത്തിലേക്ക് കൂടുതൽ പോവുകയും കൂടുതൽ കത്തിടപാടുകൾ നടത്തുകയും കൂടുതൽ ആളുകളുമായി സംവദിക്കുകയും മറ്റ് വിദേശങ്ങളിലുള്ള ആളുകളുമായി സംവദിക്കുകയും സ്വന്തം അനുയായികളുമായുള്ള കൂടെ സംവദിക്കാവുന്ന ആളുകളുമായി ഒക്കെ സംവദിക്കുകയും നിരന്തരം ചർച്ചകളിൽ ഏർപ്പെടുകയും ചെയ്ത് എന്താണ് സത്യം എന്ന് കണ്ടെത്തുകയും ആ സത്യത്തിന്റെ ഭാഗമായി എല്ലാം വിട്ടുപേക്ഷിച്ച് അദ്ദേഹം ഒരു പുതിയ പാഠം തിരഞ്ഞെടുക്കുകയും ചെയ്തു. അതാണ് ഞാൻ പറഞ്ഞത്, സത്യം അന്വേഷിക്കൽ എന്ന് എന്താണ്. ഈ സത്യം അന്വേഷിച്ച് പുനരയിക്കപ്പെട്ടു പോയ തിരുമേനി അല്ലെങ്കിൽ നമ്മളുടെ ആ സഭാ സമൂഹം അടുത്തത് ചെയ്ത എന്താണെന്ന് വെച്ചാൽ മാറിവാനോസ് തിരുമേനിയെ വ്യത്യസ്തനാക്കുന്നത് കെട്ടിപ്പടുക്കാനുള്ള കഴിവാണ്. മാറിവാനോസ് തിരുമേനിക്ക് ഉണ്ടായിരുന്ന ഏറ്റവും വലിയ കഴിവ് പുതിയത് ഒന്ന് കെട്ടിപ്പടുക്കുവാനുള്ള കഴിവ്. ജെറമ്യാ പ്രവാചകന്റെ പുസ്തകത്തിൽ പറയുന്ന ഒരു കാര്യമുണ്ട്, തകർക്കാനും തച്ചുടക്കുവാനും പുതിയതൊന്ന് കെട്ടിപ്പടുക്കുവാനും ഞാൻ നിയോഗിതനായിരിക്കുന്നു. ഏതാണ്ട് അക്ഷരാർത്ഥത്തിൽ പഴയതിനെയെല്ലാം തകർത്ത് കളയുവാനും പുതിയതിലേക്കൊന്ന് കടന്നു പോരുമ്പോൾ അത് കെട്ടിപ്പടുക്കുവാനും മാറിവാനോസ് തിരുമേനിക്ക് കഴിയുന്നു. മാറിവാനോസ് തിരുമേനി എന്തൊക്കെയാണ് കെട്ടിപ്പടുത്തത്? നമ്മൾ ഈ നിൽക്കുന്ന സൗകര്യങ്ങളിലൊക്കെ നിൽക്കുമ്പോൾ പലപ്പോഴും നമ്മൾ ആലോചിക്കുന്നത് എന്തൊക്കെയാണ് ചെയ്യുന്നത്. മാറിവാനോസ് തിരുമേനി എടുത്ത ഏറ്റവും ഉചിതമായ തീരുമാനം എന്താണെന്ന് ചോദിച്ചാൽ അന്ന് എല്ലാവരും വിചാരിച്ചത് സഭ അല്ലെങ്കിൽ മലങ്കര കത്തോലിക്ക സഭ, അതിന്റെ ഹൃദയമല്ല, മലങ്കര കത്തോലിക്ക സഭ പത്തനംതിട്ടയോ അല്ലെങ്കിൽ അടൂരിലോ അല്ലെങ്കിൽ മാവേലിക്കരയിലോ അല്ലെങ്കിൽ തിരുവനന്തപുരം ജന്മസ്ഥലമാണല്ലോ, മാവേലിക്കരയിലോ എവിടെയെങ്കിലും ആസ്ഥാനം ഉറപ്പിക്കുമെന്നായിരുന്നു എല്ലാവരും ചിന്തിച്ചത്. പക്ഷേ പിതാവ് ചെയ്ത അതല്ല. തിരുവനന്തപുരമാണ് അന്ന് ആസ്ഥാനമായെടുത്തത്. നമുക്ക് ഒരു ബന്ധവുമില്ലാത്ത ഒരു സ്ഥലം. നമ്മൾ ഇന്ന് കാണുന്ന തിരുവനന്തപുരമല്ല പഴയ തിരുവനന്തപുരം. ആ തിരുവനന്തപുരത്ത് ലത്തീൻ സഭയ്ക്ക് കുറച്ച് വിശ്വാസികളുണ്ടെങ്കിലും മറ്റ് സിറിയൻ കാത്തലിക്സ് അല്ലെങ്കിൽ നമ്മൾ പറയുന്ന ഈ ഒരു സഭാ വിഭാഗങ്ങൾക്കൊന്നും തന്നെ അവിടെ പ്രത്യേകിച്ച് ഒരു കാര്യവും ഉണ്ടായിരുന്ന ഒരു സ്ഥലമാണ്. CSI സഭയാണ്, ലത്തീൻ സഭ കഴിഞ്ഞാൽ പിന്നെ അവിടെ ഏറ്റവും കൂടുതൽ CSI. അങ്ങനെയുള്ള ഒരു സ്ഥലത്തേക്ക് പോയി നമ്മളുടെ ആരോടും ഉറപ്പിക്കുമ്പോൾ അവിടെയാണ് ഞാൻ പറഞ്ഞത് മാറിവാനോസ് തിരുമേനി വ്യത്യസ്തനാകും. ഏറ്റവും സേഫ് ആയിട്ടുള്ളത് പത്തനംതിട്ടയോ അല്ലെങ്കിൽ അടൂരിലോ അല്ലെങ്കിൽ മാവേലിക്കരയിലോ ഒരു ആസ്ഥാനം ഉണ്ടാക്കിക്കൊണ്ട് സേഫായി കുറെ വിശ്വാസികളെയും കൂടെ കൂട്ടി നിൽക്കുക എന്നുള്ളതായിരുന്നു. അവിടേക്കല്ല അദ്ദേഹത്തിന്റെ ചിന്ത പോയത്. നമുക്ക് ഭാവിയിൽ വളരണമെങ്കിൽ തിരുവനന്തപുരം പോലുള്ള ഒരു സ്ഥലത്തേക്ക് മാറി ചിന്തിക്കണം എന്ന് വർഷങ്ങൾക്ക് മുമ്പ്, എന്ന് പറഞ്ഞാൽ 95 വർഷം മുമ്പ്, ഒരു നൂറ്റാണ്ട് മുമ്പ് ചിന്തിക്കാൻ അദ്ദേഹത്തിന് കഴിയും. തുടർന്ന് അദ്ദേഹം കെട്ടിപ്പടുത്തത് എന്തൊക്കെയാണ് എന്ന് നമ്മൾ ഇവിടെ നിന്ന് ആലോചിച്ച് നോക്കുക. നിങ്ങളിലൊക്കെ എല്ലാവരും മാറിവാനോസ് വിദ്യാനഗറിലേക്ക് പോയിട്ടുണ്ടാവും. ഇപ്പോൾ നമ്മുടെ വിദ്യാനഗർ ഏതാണ്ട് 100 ഏക്കറിലേറെ സ്ഥലം വിദ്യാനഗറിൽ നമുക്കുന്നുണ്ട്. അതിനോടൊപ്പം തന്നെ സ്ഥലത്തിന്റെ വലിപ്പത്തെക്കുറിച്ചൊക്കെ അറിയാം. അതിനോടൊപ്പം തന്നെ ബഥനി സന്യാസ സമൂഹത്തിന്റെ വലിയ ആസ്ഥാനം അവിടെയുണ്ട്. അതിനപ്പുറത്ത് ബഥനി സിസ്റ്റേഴ്സിന്റെ വലിയ ഒരു മഠവും മറ്റ് സൗകര്യങ്ങളും നമുക്ക് അവിടെ ഉണ്ട്, സ്കൂള് സൗകര്യങ്ങളൊക്കെ ഉണ്ട്. ഇതിനു പുറമെ പട്ടത്ത് ഏറ്റവും പ്രശസ്തമായ ഒരു വിദ്യാലയം നമുക്കുണ്ട്. നമുക്ക് വലിയൊരു കാതോലിക്ക സെന്റർ ഉണ്ട്. അതിന് പുറമെ നമുക്ക് വലിയൊരു ആസ്ഥാനം അല്ലാതെ നമുക്ക് അവിടെ. ഇതെല്ലാം
ഒരു കാലഘട്ടത്തിന് മുമ്പേ ചിന്തിച്ചത് കൊണ്ട് ഇന്ന് പോലും നമുക്ക് ചിന്തിക്കാൻ പറ്റാത്ത കാര്യങ്ങളിലേക്ക് മാറിവാനോസ് തിരുമേനിയുടെ ചിന്ത പോവുകയും ആ മനോഹരമായ കുന്നിന്റെ മുകളിൽ ഒരു ഒരു കലാലയം സ്ഥാപിക്കുകയും ചെയ്തുകൊണ്ടാണ് മാറിവാനോസ് തിരുമേനി മുന്നോട്ട് ഇറങ്ങിയത്. അതായത് വിദ്യാഭ്യാസത്തിന്റെ മഹത്വം, നമ്മളുടെ വിദ്യ കൊണ്ട് കരുത്തരാകുന്ന ഒരു സമൂഹം ഉണ്ടെങ്കിൽ മാത്രമേ ഈ സഭ മുന്നോട്ട് പോവുകയുള്ളൂ എന്നുള്ള വലിയ വീക്ഷണം അദ്ദേഹത്തിന് അന്നേ ഉണ്ടായിരുന്നു. തുടർന്ന് അദ്ദേഹം സഭ നമ്മൾ പറഞ്ഞ പള്ളികൾ കെട്ടിപ്പടുക്കുന്നതിനേക്കാൾ കൂടുതൽ എപ്പോഴും ശ്രദ്ധിച്ചിരുന്നത്, ആദ്യകാലത്ത് ശ്രദ്ധിച്ചിരുന്നത് ചില വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ സ്ഥാപനത്തിനായിരുന്നു. അങ്ങനെയാണ് അന്ന് തിരുവനന്തപുരം അതിരൂപതയുടെ കീഴിൽ, നമ്മൾ ഈ രൂപതകളിലേക്കൊന്നും വന്നിട്ടില്ല, തിരുവനന്തപുരം എന്ന് പറയുന്ന ആ രൂപതയുടെ കീഴിൽ ധാരാളം വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുണ്ട്. ആ വിദ്യ കൊണ്ട് കരുത്താർജിച്ചപ്പോൾ കൂടുതൽ ആളുകൾ യഥാർത്ഥ സത്യം എന്താണെന്ന് അന്വേഷിക്കുകയും ആ സത്യത്തിന്റെ പാതയിലേക്ക് വരുവാൻ തയ്യാറാവുകയും ചെയ്തു. അപ്പോൾ അത് എന്തൊരു വലിയൊരു മഹത്തായ ഒരു കാര്യമായിരുന്നു മാറിവാനോസ് തിരുമേനി ചെയ്തത് എന്ന് നമ്മൾ ഇപ്പോൾ ആലോചിച്ചു നോക്കുമ്പോൾ മാത്രമേ, ഒരു അന്വേഷണാത്മക മനസ്സോടുകൂടി ആലോചിക്കുമ്പോൾ മാത്രമേ നമുക്കത് മനസ്സിലാവുകയുള്ളൂ. അതിനു പുറമെ മാറിവാനോസ് തിരുമേനി കെട്ടിപ്പടുത്തതാണ് ബഥനി സന്യാസ സമൂഹം. ബഥനി എന്തായിരുന്നു വെച്ചാൽ, നമുക്ക് പറഞ്ഞ പോലെ എല്ലാ കാര്യങ്ങൾക്കും, ഒരു രാഷ്ട്രീയ കക്ഷിയായാലും മറ്റു കാര്യങ്ങളൊക്കെ ആശയാടിത്തറ കൊടുക്കുന്ന ഒരു വിഭാഗവുമാണ്. അത്തരം ആശയാടിത്തറയിൽ നമ്മളെ ബലപ്പെടുത്തുകയാണ് ബഥനി ചെയ്തുകൊണ്ടിരുന്നത്. ബഥനി എന്താണ് ചെയ്യുന്നത് പലപ്പോഴും നമ്മൾ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ബഥനി സന്യാസ സമൂഹം എന്ന് പറയുന്ന ഒരു സമൂഹത്തെ സ്ഥാപിക്കുകയും തുടർന്ന് ബഥനി സന്യാസ സമൂഹം എന്താണ് ചെയ്തതെന്ന് ചോദിച്ചാൽ, നമുക്ക് എത്തപ്പെടാൻ പറ്റാത്ത മേഖലകളിലേക്ക് മുഴുവൻ ബഥനി സന്യാസ സമൂഹം ഒരു മിഷണറിമാരായിട്ട് അവർ പോവുകയും ചെയ്തു. അതോടുകൂടി ബഥനി സന്യാസ സമൂഹം അങ്ങനെ ഓരോ സ്ഥലങ്ങളിലേക്കും പോകുമ്പോൾ അവിടെ ഒരു സഭാ സമൂഹം സ്ഥാപിതമാവുകയും ആ സഭാ സമൂഹത്തിലേക്ക് നമ്മളുടെ മറ്റുള്ളവർക്ക് കടന്നു ചെല്ലാൻ എളുപ്പമാവുകയും ചെയ്തു. അതായത് സുവിശേഷവൽക്കരണത്തിന് ഇത്തരം നിസ്വാർത്ഥരായ, മറ്റ് കെട്ടുപാടുകളൊന്നുമില്ലാത്ത, ഇപ്പോൾ ഒരുപക്ഷെ വർഗീസാവൻ നാളെ പോയിട്ട് വേറെ ഒരു മിഷൻ പ്രവർത്തനം നടന്നത് അത്ര എളുപ്പമല്ല. കാരണം നമ്മൾ ഈ ഒരു ഇടവകയുടെ ഒരു കെട്ടുപാടുകളിലേക്ക് പല ചുമതലകളിലേക്ക് നിൽക്കേണ്ടത്. പക്ഷെ ഇത്തരം കെട്ടുപാടുകളൊന്നുമില്ലാത്ത വലിയൊരു സമൂഹത്തെ സൃഷ്ടിച്ചു. ബഥനി സന്യാസ സമൂഹം അതോടെ എല്ലാ കാലത്തും നമ്മളുടെ കരുത്തായിരുന്നു. അതേപോലെ ബഥനി സിസ്റ്റേഴ്സിനെ ഒരു 1925 തന്നെ അതും സ്ഥാപിച്ചു. അവിടെ ഈ ശതാബ്ദിയിലേക്ക് നമ്മൾ കൊണ്ടുനടക്കുക. 1919 ബഥനി സന്യാസ സമൂഹം സ്ഥാപിക്കുന്നത്, സന്യാസി സമൂഹം സ്ഥാപിക്കുന്നത് 1925. അപ്പോൾ ഞാൻ ആനുഷികമായി ഒരു കാര്യം കൂടി പറയാൻ ആഗ്രഹിക്കുകയാണ്. ഇന്നിപ്പം പലരും പറയുന്നുണ്ട് ബഥനിയുടെ സ്ഥാപകൻ വേറെ പലരുടെ പേരുണ്ട്. മാറിവാനോസ് തിരുമേനിയുടെ പേര് അവർ പറയാറില്ല. നമ്മൾ പറയാൻ ഓർത്തഡോക്സ് സഭക്കാരും മാറിവാനോസ് തിരുമേനിയുടെ പേര് പറയാറില്ല. മാറിവാനോസ് തിരുമേനി അല്ല സ്ഥാപകൻ, പകരം വേറെ ചിലരുടെ പേരുകളാണ് അവർ പറയുന്നത്. പക്ഷെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, മാറിവാനോസ് തിരുമേനി സ്ഥാപിച്ച, മാറിവാനോസ് തിരുമേനി നേതൃത്വം കൊടുത്ത ബഥനി സന്യാസി സമൂഹം ഇന്ന് എവിടെ നിൽക്കുന്നു, മറ്റ് ബഥനി സന്യാസി സമൂഹം എവിടെ നിൽക്കുന്നു? ഈ രണ്ട് കമ്പാരിസൺ നമ്മൾ നടത്തിയാൽ OIC നമ്മളുടെ ബഥനി മലങ്കര കത്തോലിക്ക സഭയ്ക്കൊപ്പമുള്ള ബഥനി സന്യാസ സമൂഹം ലോകമെങ്ങും അതിന്റെ ചിറകുകൾ വ്യാപിപ്പിച്ച് അവരുടെ പ്രവർത്തനങ്ങൾ ഇവിടെ മാത്രം നിലനിൽക്കുന്നില്ല, എത്യോപ്യയിലും ആഫ്രിക്കയിലെ മറ്റ് സ്ഥലങ്ങളിലും ഒക്കെയായിട്ട് അവരുടെ പ്രവർത്തനം മുന്നോട്ട് പോയിരിക്കുന്നു. ബഥനി സിസ്റ്റർമാരുടെ സേവനം കേരളത്തിൽ മാത്രമല്ല, കേരളത്തിന് പുറത്തും മറ്റു സ്ഥലങ്ങളിലേക്ക് പോയിരിക്കുന്നു. അതേസമയം ബഥനി വേറെ ആരോ സ്ഥാപിച്ചു എന്ന് പറയുന്ന ആളുകളുടെ ബഥനി വളരെ താഴ്ന്ന തലത്തിലേക്ക് പോവുകയും അവർക്ക് മുന്നോട്ട് പോകാൻ കഴിയാത്ത ഒരു സ്തംഭനാവസ്ഥയിൽ എത്തിയിരിക്കുകയും ചെയ്യുമ്പോൾ കെട്ടിപ്പടുക്കാനുള്ള മാറിവാനോസ് തിരുമേനിയുടെ ആ വലിയ കഴിവിനെയാണ് നമ്മൾ കാണേണ്ടത്. അതുപോലെ തന്നെ മാറിവാനോസ് തിരുമേനി മലങ്കര അല്ലെങ്കിൽ നമ്മുടെ കത്തോലിക്ക സഭയിലേക്ക് ചേരുമ്പോൾ മാറിവാനോസ് തിരുമേനി ഏറ്റവും അധികം ആവശ്യപ്പെട്ടത് നമ്മളുടെ ആരാധനാക്രമം സംരക്ഷിച്ചു കിട്ടുക എന്നുള്ള കാര്യത്തിലാണ്. നമുക്ക് പലപ്പോഴും അറിയാം, പല ആളുകളും പറയുന്നുണ്ട് ഞങ്ങൾ നേരത്തെ പുനരയിക്കപ്പെട്ടവരാണ് എന്ന് പറയുന്നുണ്ട്. ഞാൻ പലയിടത്തും കേൾക്കാറുണ്ട് ഒരു കഥ.
പല സ്ഥലങ്ങളിലും പോകുമ്പോൾ ഞങ്ങൾ നേരത്തെ പുനരയിക്കപ്പെട്ടവരാണ് എന്ന് പറയും. അത് വലിയൊരു അഭിമാനത്തോടെ പറയും, ഞങ്ങൾ പുനരയിക്കപ്പെട്ടിട്ട് ഇത്ര വർഷങ്ങളായി എന്ന് പറയും. പക്ഷെ ഞാൻ അവരോട് പറയും, നിങ്ങൾ പുനരയിക്കപ്പെട്ടതല്ല, നിങ്ങളൊരു സഭയിലേക്ക് ചേർന്നതാണ്. എന്താണ് ആ പുനരയിക്കത്തിലുള്ള വ്യത്യാസം? മാനവ സിനിമയുടെ നേതൃത്വം നടന്ന പുനരയിക്കത്തിലുള്ള വ്യത്യാസം എന്താണ്? പലപ്പോഴും നമ്മൾ ചിന്തിച്ചു നോക്കാത്ത ഒരു കാര്യമാണ്, അത് നമ്മൾ ചിന്തിക്കാൻ മെനക്കെടാത്ത ഒരു കാര്യമാണ്. പലപ്പോഴും പല വ്യക്തികളും അങ്ങനെ സഭകളിലേക്ക് ചെയ്തതാണ്. പക്ഷെ മാനവ സിനിമയിൽ ചെയ്തത് അതുവരെ പിന്തുടർന്ന് വന്നിരുന്ന ആ ഒരു ആരാധനാ രീതി സംരക്ഷിച്ചുകൊണ്ട് സ്വയം അതിന് ശേഷിയുള്ള ഒരു സഭ എന്നുള്ള നിലയിലേക്കാണ് മാനവ സിനിമയുടെ നേതൃത്വത്തിൽ കത്തോലിക്ക സഭയിലേക്ക് പുനരയിക്കം ഉണ്ടായത്. അതിനെയാണ് നമ്മൾ പുനരയിക്കം എന്ന് പറയുന്നത്. അതായത് അത് നമുക്ക് അറിയാവുന്ന പോലെ ലോകത്ത് നമ്മുടെ കത്തോലിക്ക സഭയിൽ 24 വ്യക്തിസഭകളുണ്ട്. ഈ സഭകൾക്ക് ആരാധനാ രീതികൾക്ക് വ്യത്യാസമുണ്ട്. നമ്മളിവിടെ തന്നെ ഇപ്പോൾ ഏത് തരത്തിലുള്ള ആരാധനാ രീതി വേണമെന്നതിനെ കുറിച്ച് തർക്കങ്ങൾ നടക്കുന്നുണ്ട്. ആ തർക്കങ്ങൾക്ക് പരിഹാരമാകുന്നില്ല. പക്ഷേ മാറിവാന സിനിമേനി എന്ന് ആവശ്യപ്പെട്ട ഒരു കാര്യം, ഞങ്ങൾ ഈ സഭയിലേക്ക് ആഗോള കത്തോലിക്ക സഭയുമായുള്ള കൂട്ടായ്മയിലേക്ക് ഞങ്ങൾ കടന്നു വരുമ്പോൾ ഞങ്ങൾക്കൊരു പാരമ്പര്യമുണ്ട്. ഞങ്ങളുടെ പാരമ്പര്യം എന്താണ്? ഞങ്ങളുടെ കുർബാന, ഞങ്ങളുടെ ആ കുർബാന രീതി, ഞങ്ങളുടെ ആരാധനാ ഗീതങ്ങൾ, ഇതെല്ലാം ഞങ്ങൾക്ക് സംരക്ഷിച്ചുകൊണ്ട് ഞങ്ങൾക്ക് ഇങ്ങോട്ടേക്ക് കടന്നു വരാൻ കഴിയും. അന്നത് അംഗീകരിക്കപ്പെട്ടു. അങ്ങനെ അംഗീകരിക്കപ്പെട്ട് 1930 അതിന് എത്രയോ കത്തിടപാടുകൾ അതിന് മുമ്പേ നടന്നിട്ടുണ്ട്. 1930 സെപ്റ്റംബർ 20 അങ്ങനെ ആ കൂട്ടായ്മയിലേക്ക് കടന്നു വരുമ്പോഴാണ് നമ്മൾ യഥാർത്ഥത്തിൽ പുനരൈക്യത്തിലേക്ക് കടന്നു. അതുകൊണ്ടാണ് ഇന്നും 95 വർഷം പൂർത്തിയാകുമ്പോഴും ആരാധനാ രീതികളുടെ കാര്യത്തിൽ നമ്മുടെ സഭയിൽ ഒരു തർക്കവുമില്ല, ഒരു ഇടർച്ചയും. ആരാധന അത് വലിയൊരു കാര്യമായിരുന്നു. മാത്രമല്ല, അന്ന് ഈ ആരാധനാ രീതി സ്വീകരിക്കാതിരുന്നെങ്കിൽ ഉറപ്പായി നമുക്ക് പറയാം, വലിയൊരു വിഭാഗം ആളുകൾ കത്തോലിക്ക സഭയിലേക്ക് വരുവാൻ മടിച്ചു നിൽക്കുമായിരുന്നു. കാരണം അവർ കേട്ട് പരിചയിച്ചതും അവർ വിശ്വസിച്ചു പോരുന്നതുമായ വിശ്വാസധാരകളിൽ നിന്ന് മാറി വരാൻ വലിയ ബുദ്ധിമുട്ടുള്ളവരാണ് മനുഷ്യർ. പക്ഷേ നിങ്ങൾ എങ്ങനെ ആയിരിക്കുന്നുവോ അതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ സഭയിലേക്ക് കടന്നു വരാം എന്നുള്ള പാത കാണിച്ചു കൊടുക്കാൻ മാറിവാന സിനിമയുടെ ആ ഒറ്റ തീരുമാനത്തിലൂടെ കഴിയും. അതിലൂടെ എന്താ സംഭവിച്ചതെന്ന് ചോദിച്ചാൽ, ഇന്ന് ആഗോള കത്തോലിക്ക സഭാ കൂട്ടായ്മയിൽ വ്യത്യസ്തമായ ആരാധനാ രീതിയും പാരമ്പര്യവുമുള്ള ഒരു സഭയായി, വ്യക്തിസഭയായി നമുക്ക് നിലനിൽക്കാൻ സാധിക്കും. ഇപ്പോഴും ചെറിയ വ്യതിചലനങ്ങളൊക്കെ നമ്മളുടെ ഇതിനകത്ത് ഉണ്ടാവുന്നുണ്ട്, ഇല്ലാന്ന് ഞാൻ പറയുന്നില്ല. മുമ്പ് ഇല്ലാതിരുന്ന പലതും നമ്മളുടെ ആരാധനാ രീതികളിലേക്ക് അല്ലെങ്കിൽ മറ്റ് ഇതിലേക്ക് കൂട്ടിച്ചേർക്കാനുള്ള ശ്രമങ്ങളൊക്കെ പലപ്പോഴും നടക്കുന്നുണ്ട്. അത് സ്വാഭാവികമാണ്. കാരണം നമ്മൾ കത്തോലിക്ക സഭയിലേക്ക് വരുമ്പോൾ കത്തോലിക്ക സഭയിലെ നല്ല വശങ്ങൾ ഉൾക്കൊള്ളണം എന്നുള്ള ചിന്തയാണ് മാറിവാന സിനിമയ്ക്കുള്ളത്. എന്നാൽ പാരമ്പര്യത്തിൽ നിന്ന് വ്യതിചലിക്കാനും പാടില്ല. ഈ ഒരു ചിന്തയിലാണ് മാറിവാന സിനിമയിൽ നമ്മളുടെ ഈ സഭയെ മുന്നോട്ട് കൊണ്ടുപോയത്, വിശ്വാസ സമൂഹത്തെ മുന്നോട്ട് കൊണ്ടുപോയത്. വളരെ മനോഹരമായി അത് ചെയ്തു എന്നതാണ് ഞാൻ ഇപ്പോഴും മാറിവാന സിനിമയുടെ ഏറ്റവും പ്രാഗൽഭ്യമുള്ള ആ ഒരു ചിന്ത, മിഷണറി എന്ന നിലയിൽ ആ ഒരു ചിന്ത എന്താണ് എന്ന് മനസ്സിലാക്കുന്നത് അങ്ങനെ. അതുപോലെ തന്നെ നമുക്കറിയാം, ഒരു സഭ അല്ലെങ്കിൽ ഒരു സമൂഹം സ്ഥാപിതമാകുമ്പോൾ ആദ്യകാലത്ത് എന്തെല്ലാം പ്രയാസങ്ങളിലൂടെയാണ് നമ്മൾ കണ്ടുപോയത് എന്നതാണ്. പണമില്ല, ആൾബലമില്ല, ഒന്നുമില്ല. ശൂന്യതയിൽ നിന്നുകൊണ്ട് ഒരു പുതിയ ലോകം സൃഷ്ടിച്ചെടുക്കാനുള്ള പരിശ്രമമായിരുന്നു മാറിവാന സിനിമ. അപ്പൊ ഞാൻ ഈ ഗ്രിഗോറിയോസ് സിൽവേനി പറയുന്നത് കേട്ടിട്ടുണ്ട്. പണ്ട് ദാരിദ്ര്യം എന്തുമാത്രം നമുക്ക് ഉണ്ടായിരുന്നു എന്നുള്ളതിനെ പറ്റി ഗ്രിഗോറിയോസ് സിൽവേനി പറഞ്ഞു. ഗ്രിഗോറിയോസ് സിൽവേനിയുടെ പ്രസംഗത്തിൽ പറയും, മാറിവാനീസ് കോളേജിന് ചുമതല കൊടുത്ത് അതേപോലെ അദ്ദേഹം അന്ന് ഒരു ഇടവക പട്ടം ഉണ്ടായി. ഇവിടെ നിന്നെല്ലാം സൈക്കിളിലാണ് അദ്ദേഹം യാത്ര ചെയ്തത്. ഗ്രിഗോറിയോസ് സിൽവേനി യാത്ര ചെയ്യുന്നത് സൈക്കിളിലാണ്. അപ്പൊ ഗ്രിഗോറിയോസ് സിൽവേനി ഇടയ്ക്കിടയ്ക്ക് അരമനയിൽ പോയിട്ട് സൈക്കിളിൽ ഓടി ചെന്ന് മാറിവാന സിൽവേനിയെ കാണാൻ ചെല്ലും. അപ്പം മാറിവാന സിൽവേനി ഒരു തവണ പറഞ്ഞു,
എപ്പോഴും ഇങ്ങോട്ട് വരണമെന്നില്ല, സൈക്കിളിൻ്റെ ടയർ തയ്യും, അതുകൊണ്ട് വന്നാൽ നമുക്ക് വാങ്ങിക്കാൻ നമ്മുടെ പൈസ ഇല്ല, അതുകൊണ്ട് അച്ഛൻ വല്ലപ്പോഴൊക്കെ വന്നാൽ മതി, ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നടത്തിയാൽ മതി. അതായത് വളരെ ലളിതമായ ഒരു ജീവിതം നയിച്ചുകൊണ്ടാണ് മാരിവാനോസ് തിരുമേനി എല്ലാ കാര്യങ്ങളിലേക്കും. പക്ഷേ ലാളിത്യം എവിടെയാണ് നടത്തിയതെന്ന് ചോദിച്ചാൽ സ്വന്തം ജീവിത രീതികളിൽ ലാളിത്യം പാലിക്കുകയും മറ്റുള്ള കാര്യങ്ങൾക്ക് ഉയർന്ന ചിന്ത വളർത്തുകയും ചെയ്ത് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളൊക്കെ നമ്മൾ പടുത്തുയർത്തിയ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ഇന്ന് നമ്മൾ പറഞ്ഞ പോലെ മാരിവാനോസ് വിദ്യാനഗർ എന്ന് പറയുന്ന അവിടെ ഇപ്പോൾ എത്രയോ സ്ഥാപനങ്ങളുടെ വലിയൊരു കോംപ്ലക്സ് ആയി മാറി. ഇന്ത്യയിലെ വലിയ യൂണിവേഴ്സിറ്റികളിലോട് കിടപിടിക്കുന്ന തരത്തിലേക്ക് അത് വളർന്നുകൊണ്ടേയിരിക്കും. അത് വീണ്ടും വളർച്ചയുടെ പാതയിലാണ്. പക്ഷെ ഇതൊക്കെ എങ്ങനെ സാധിച്ചു എന്ന് ചോദിച്ചാൽ വളരെ ലളിതമായ ഒരു ജീവിതം വെക്കുകയും ഉയർന്ന ചിന്ത പുലർത്തുകയും ചെയ്തുകൊണ്ടാണ് മാരിവാനോസ് തിരുമേനി പിൻഗാമികളും അദ്ദേഹം കാണിച്ചു കൊടുത്ത ആ പാതയിൽ തന്നെ തോന്നുന്ന പിൻഗാമികളും അത് സാധിച്ചെടുത്തത് എന്ന് ഞാൻ പറയാനായിരുന്നു. അടുത്തത് മാരിവാനോസ് തിരുമേനിയെ വ്യത്യസ്തനാക്കുന്ന ഏറ്റവും വലിയ ഒരു കാര്യം പ്രേക്ഷിത പ്രവർത്തനത്തിൽ അദ്ദേഹം നടത്തിയ ഒരു കാൽവെപ്പായി. സാധാരണഗതിയിൽ എല്ലാവരും ചിന്തിക്കുക, ഈ ഒരു സഭ അല്ലെങ്കിൽ ഒരു കൂട്ടായ്മയിലേക്ക് നമ്മൾ വരുമ്പോൾ, നമ്മൾ സ്വന്തമായ അസ്തിത്വമുള്ളവരായി മാറുമ്പോൾ കുറെ ആളുകളെ അടർത്തിയെടുത്തൊരു സഭ ഉണ്ടാക്കും, അല്ലെങ്കിൽ അങ്ങനെ മുന്നോട്ട് പോകുന്നത്. മാരിവാനോസ് തിരുമേനി അതിന് മാത്രമാണ്. അങ്ങനെ വരുന്നവർ വരട്ടെ, അവർ വരും, അവർ ആ പാരമ്പര്യത്തിൽ അടിവെച്ചുകൊണ്ട് വരും. പക്ഷേ ഇതുവരെ സുവിശേഷം എന്തെന്നറിയാത്ത ആളുകളിലേക്ക് കടന്നു പോകണം എന്നായിരുന്നു മാരിവാനോസ് തിരുമേനിയുടെ ഏറ്റവും വലിയ ചിന്ത. ആ ചിന്തയിൽ നിന്നാണ് ആദ്യം തെക്കൻ തിരുവിതാംകൂറിലേക്ക്, അതാണ് നമ്മൾ പറയുന്നത്, എങ്ങനെ തിരുവനന്തപുരത്ത് ഒരു ആസ്ഥാനം ഉറപ്പിക്കുമ്പോൾ അത് എന്തിന് എന്ന് ചിന്തിച്ചവർക്ക് കൃത്യമായ മറുപടിയായിരുന്നു. നമ്മുടെ തെക്കോട്ട് പടരുകയാണ്. അതിനൊന്ന് പോയത് കുഴിഞ്ഞാലച്ഛനെ പോലുള്ള ആളുകളാണ് അന്ന് പോയത്. കുഴിഞ്ഞാലച്ഛൻ അവിടെ പുതിയ കോൺഗ്രിഗേഷൻ തന്നെ സ്ഥാപിക്കുകയും ചെയ്തു. അപ്പോൾ അവരിലൂടെ പടർന്നു കഴിഞ്ഞപ്പോൾ തെക്കൻ തിരുവിതാംകൂർ മുഴുവൻ മലങ്കര കത്തോലിക്ക സഭ എന്നുള്ളത് മാത്രമല്ല, സുവിശേഷവൽക്കരണത്തിന്റെ വലിയൊരു ദൗത്യത്തിലേക്ക് മാരിവാനോസ് തിരുമേനി ഈ സഭയെ ആനയിച്ചു. അവിടെ നമുക്കുണ്ടായ വളർച്ച നമ്മൾ ഇപ്പോൾ ഇവിടെ കാണുന്ന പോലെയല്ല. അവിടെയൊക്കെ വിശ്വാസികളുടെ കാര്യത്തിൽ വലിയ ഒരു വളർച്ച അവിടെ ഉണ്ടായി. ഇന്ന് മലങ്കര കത്തോലിക്ക സഭയിൽ ഏറ്റവും അധികം വിശ്വാസികളുള്ള ഇടവകകൾ തെക്കൻ തിരുവിതാംകൂറാണ്. അത് പ്രേക്ഷിത പ്രവർത്തനം നമ്മളുടെ അടിസ്ഥാന ദൗത്യമായത് നമ്മൾ പലപ്പോഴും മാരിവാനോസ് തിരുമേനിയെ ഭാരത ന്യൂമാൻ എന്നൊക്കെ വിശേഷിപ്പിക്കാറുണ്ട്. ന്യൂമാൻ ചെയ്തത് ഇത് തന്നെയാണ്. ന്യൂമാൻ ചെയ്തത് പുതിയ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ആരംഭിക്കുക, പുതിയ ആളുകളെ കത്തോലിക്ക വിശ്വാസത്തിലേക്ക് കൊണ്ടുവരിക, അങ്ങനെയുള്ള വലിയ കാര്യങ്ങളാണ് ചെയ്തുകൊണ്ടിരുന്നത് വിശുദ്ധ ന്യൂമാൻ ചെയ്തുകൊണ്ടിരുന്നത്. ഏതാണ്ട് അതിന് സമാനമായ കാര്യങ്ങൾ മാരിവാനോസ് തിരുമേനി ഇവിടെ ചെയ്തു. അതിനുശേഷം എന്ത് സംഭവിച്ചെന്ന് ചോദിച്ചാൽ, ഇന്ന് മലങ്കര കത്തോലിക്ക സഭ ലോകമെങ്ങും സുവിശേഷം അറിയിക്കാനുള്ള, ഇന്ത്യയുടെ എല്ലാ ഭാഗത്തേക്കും നമുക്ക് കടന്നു പോകാനുള്ള അവകാശം അധികാരമുള്ള ഒരു സഭയായി മാറി. ലോകമെങ്ങും നമുക്ക് സുവിശേഷം അറിയിക്കുന്നതിനുള്ള അധികാരവും അവകാശവും മലങ്കര കത്തോലിക്ക സഭയ്ക്ക് ഉണ്ട്. ആ പ്രേക്ഷിത പ്രവർത്തനത്തിന്റെ അന്ന് മാരിവാനോസ് തിരുമേനി തുടക്കമുള്ള ആ ഒരു പന്ഥാവിലൂടെ തന്നെ പോകാൻ കഴിഞ്ഞതുകൊണ്ടാണ് നമുക്കത് സാധിച്ചത്. മാരിവാനോസ് തിരുമേനി ഇത്തവണ നമ്മളുടെ പദയാത്ര കടന്നു പോകുമ്പോൾ എല്ലാ ദിവസവും നമ്മുടെ ബഥനി സിസ്റ്റേഴ്സ് അതിനോടൊപ്പം 100 പേര് വീതം നടക്കുന്നത് 100 വർഷത്തിന്റെ ഭാഗമാണ്. അവരെല്ലാവരും ഒരു ലോഗോ അണിഞ്ഞ ഒരു ഷാള് ഇട്ടിട്ടുണ്ട്. ദൈവസമ്പാദനം ദൈവസേവനത്തെക്കാൾ മഹത്വം. മാരിവാനോസ് തിരുമേനിയുമായി ബന്ധപ്പെട്ട പല സ്ഥലങ്ങളിൽ ഇത് എഴുതി വെച്ചിരിക്കുന്നത് ഞാൻ കണ്ടു. നമ്മുടെ പട്ടത്ത് അദ്ദേഹത്തിന്റെ കബറടത്തിലേക്ക് കടന്നാലും, അതുമായി ബന്ധപ്പെട്ട കാനനൈസേഷന്റെ കാര്യങ്ങൾ നടക്കുന്ന സ്ഥലങ്ങളിൽ ചെന്നാലും എല്ലായിടത്തും ഈ കാര്യം എഴുതി വെച്ചു. എനിക്കിതുവരെയും അത് പൂർണ്ണമായ അർത്ഥത്തിൽ എനിക്കത് മനസ്സിലായിട്ടില്ല. ദൈവസേവനത്തെക്കാൾ ഉത്തമം ദൈവസമ്പാദനം. എങ്കിലും എൻ്റെ ഒരു അന്വേഷണത്തിൽ വെച്ച് ഞാൻ മനസ്സിലാക്കുന്നത്, സേവനം ചെയ്യുക എന്ന് പറയുന്നത് നമ്മളുടെ ഒരു കടമയാണ്, നമ്മളത് ചെയ്തുകൊണ്ടേ. പക്ഷെ നിങ്ങൾ സേവനത്തിലൂടെ നിങ്ങൾ ആർക്കെങ്കിലും ഒക്കെ ഉപകാരങ്ങൾ ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ അവരെ പുതിയ ഇതിലേക്ക് കൊണ്ടുവരുമ്പോൾ, വിശ്വാസപാതയിലേക്ക് കൊണ്ടുവരുമ്പോൾ
നിങ്ങൾ നിങ്ങളുടെ ഉള്ളിലേക്ക് ദൈവത്തെ തന്നെ സമ്പാദിച്ചുകൊണ്ടിരിക്കുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എല്ലാ മനുഷ്യരിലും രണ്ട് ഭാവങ്ങളുണ്ട്, മനുഷ്യഭാവവും ദൈവഭാവവും. നമുക്ക് കൂടുതൽ കൂടുതൽ മനുഷ്യഭാവത്തിലേക്ക് മാത്രം നിൽക്കാം, ദൈവഭാവത്തെ നമുക്ക് നമ്മുടെ ഉള്ളിൽ വളർത്തിയെടുത്തുകൊണ്ട് വരാം. അപ്പൊ മാനവ സിൽവനി കാണിച്ചിരുന്ന ഒരു പാത, നിങ്ങൾ ഓരോരോ കാര്യങ്ങൾ ചെയ്യുമ്പോഴും അത് നിങ്ങളുടെ ഉള്ളിലെ ദൈവിക ഭാവത്തെ വളർത്തുവാനായിരിക്കണം എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഞാൻ അതിന് കൊടുത്തിട്ട് വ്യാഖ്യാനം അങ്ങനെയാണ്, ദൈവത്തെ സമ്പാദിക്കുക. പക്ഷെ ഇപ്പോഴും അതെന്താണ് എന്ന് പൂർണ്ണമായി ഞാൻ പലരോടും ചോദിച്ചു, പല ആളുകളോടും അന്വേഷിച്ചു, എന്താണ് ഇതിന്റെ യഥാർത്ഥ അർത്ഥം. ദൈവ സേവനത്തെക്കാൾ മഹത്തരം ദൈവ സമ്പാദനം ആണ് എന്നുള്ള ഒരു ഇതിന്റെ അർത്ഥം ഞാൻ ഇപ്പോഴും ചോദിച്ചെങ്കിലും അതിന്റെ പൂർണ്ണമായ അർത്ഥത്തിൽ എനിക്ക് ഉൾക്കൊള്ളാനായിട്ടില്ല. എങ്കിലും ഞാനും അതിന്റെ അന്വേഷണത്തിലാണ്. ദൈവ സമ്പാദനം ദൈവ സേവനത്തെക്കാൾ മഹത്തരം. അപ്പൊ ഈ ഒരു കാര്യങ്ങളാണ് ഞാൻ മാറിവാനി സിനിമയെ വ്യത്യസ്തനാക്കി, വ്യതിരിക്തനാക്കി എനിക്ക് മനസ്സിലാക്കി തന്നിട്ടുള്ള കാര്യങ്ങൾ ഇതൊക്കെയാണ്. ഇതാണ് എനിക്ക് മാറിവാനി സിനിമയെ കുറിച്ച് കൂടുതൽ പറയാനുള്ളത്. എനിക്ക് എത്ര പറഞ്ഞാലും ഇതിനപ്പുറം ഒന്നും എനിക്ക് മാറിവാനി സിനിമയെ കുറിച്ച് പറയാനില്ല. ഏതാനും കാര്യങ്ങളാണ്. അതുപോലെ തന്നെ ഒരു കാര്യം കൂടി, ഒന്ന് രണ്ട് കാര്യങ്ങൾ കൂടി ഞാൻ പറഞ്ഞ് അവസാനിപ്പിച്ചു. മാറിവാനി സിനിമയെ കുറിച്ച് എപ്പോഴും നമ്മുടെ അല്ലെങ്കിൽ മാറിവാനി സിനിമ മലങ്കര കത്തോലിക്ക സഭയെ കുറിച്ച് പറയുമ്പോൾ പലപ്പോഴും പലരും 95 വർഷത്തെ ചരിത്രത്തിലേക്ക് ഒതുക്കി നിർത്താൻ ശ്രമിക്കാറ്. നമ്മൾ പോലും പലപ്പോഴും പറയുമ്പോൾ നമ്മളുടെ 95 വർഷത്തെ ചരിത്രമുള്ള സഭ എന്ന് പലരും നമ്മളുടെ ആളുകൾ തന്നെ പറയുന്നത് ഞാൻ കേട്ടു. സത്യത്തിൽ ഈ സഭ 95 വർഷത്തെ ചരിത്രമുള്ള സഭയാണ്. അത് നമുക്ക് സഭ എന്താണെന്ന് ഞാൻ ബാബാതിരുമേനുമായിട്ട് സംസാരിക്കുമ്പോൾ ബാബാതിരുമേനോട് ഒരിക്കലും നമ്മൾ അങ്ങനെ പറയുന്നു. നമ്മളൊരു വലിയ പിന്തുടർച്ചയുടെ ഭാഗമാണ്. ക്രിസ്തുവാൽ സ്ഥാപിതമായ അപ്പോസ്തല പാരമ്പര്യമുള്ള ഇന്ത്യയിൽ മാർത്തോമാ ശ്ലീഹായാൽ സ്ഥാപിതമായ ഒരു സഭയുടെ പാരമ്പര്യത്തിന്റെ ഇങ്ങേ കണ്ണ് അറ്റത്തുള്ളവരാണ്. നമ്മളൊരു വ്യക്തിസഭയായി രൂപപ്പെട്ടിട്ട് 95 വർഷമായി എന്ന് പറയുമ്പോൾ ശരിയാണ്. പക്ഷെ നമ്മുടെ സഭാ പാരമ്പര്യം എന്ന് പറയുന്നത് 2000 വർഷത്തെ പാരമ്പര്യമുള്ള ഒരു സഭയാണ്. നമ്മളൊരു സ്ഥലത്ത് നിന്ന് അന്ന് പിരിഞ്ഞ്, അല്ലെങ്കിൽ നമ്മളൊരു കുടുംബം പിരിഞ്ഞ് പലതായി മാറുമ്പോൾ നമ്മളുടെ ആ പാരമ്പര്യം ഇല്ലാതാകുന്നു. അതേപോലെ പലരും മാറിവാനി സിരിമേനിയ സ്ഥാപിതമായ സഭ എന്ന് പറയാം. മാറിവാനി സിരിമേനിയ സ്ഥാപിതമായ സഭയല്ല, ക്രിസ്തുവിനാൽ സ്ഥാപിതമായ ഒരു സഭയും മാറിവാനി സിരിമേനി പുതിയൊരു ബന്ധാവിലൂടെ നയിച്ചുകൊണ്ട് ആഗോള കത്തോലിക്ക സഭയുടെ കൂട്ടായ്മയിലേക്ക് ഈ സഭയെ എത്തിക്കുകയാണ് മാറിവാനി സിരിമേനി ചെയ്യുന്നത്. മാറിവാനി സിരിമേനി 5 പേരിൽ തുടങ്ങിയെങ്കിൽ ഇന്ന് ഈ സഭ എത്തി നിൽക്കുന്നത് എത്ര പേരിലാണ് എന്ന് കൂടി നമ്മൾ ആലോചിക്കുമ്പോൾ നമ്മൾ എവിടെ വരെ എത്തിയിരിക്കുന്നു എന്ന് മനസ്സിലാവും. നമുക്കിന്ന് ഉള്ളതിന്റെ ഒരു കണക്ക് ഞാൻ കഴിഞ്ഞ ദിവസം എടുത്തു. നമ്മൾ ഈ സഭയ്ക്ക് ഇന്ന് 1096 ഇടവകകൾ. ഈ കണക്ക് പൂർണ്ണമായും ശരിയാവണമെന്നില്ലെങ്കിലും നമുക്ക് പോലും പലപ്പോഴും കൃത്യമായ ഒരു ധാരണ നമുക്ക് ഇക്കാര്യത്തിലില്ല. എങ്കിലും ഇന്ന് നമുക്ക് 1096 ഇടവകകൾ തന്നെ ഇന്ത്യയിലെമ്പാടുമായിട്ടുണ്ട്. 16 ബിഷപ്പുമാരുണ്ട്, 1007 പുരോഹിതരുണ്ട്, 2500-ലേറെ കന്യാസ്ത്രീകളുണ്ട്, 5 ലക്ഷത്തിലേറെ വിശ്വാസികളുമായിട്ട് ഈ സഭ അതിവേഗം വളരുന്ന സഭ എന്ന് ജോൺ പോൾ II മാർപ്പാപ്പയാൽ വിശേഷിപ്പിക്കപ്പെട്ട ഈ സഭ ആ നിലയിലേക്ക് വളർന്നു വരുന്നു. ഇന്ന് ലോകമെങ്ങും അതിന്റെ ചിറക് വിരിക്കുന്നു. നമുക്കിന്ന് ഇന്ത്യയിൽ മാത്രമല്ല, ന്യൂയോർക്കിൽ, അമേരിക്കയിൽ നമുക്കൊരു രൂപതയുണ്ട്. അപ്പോൾ ഓസ്ട്രേലിയയിൽ നമുക്കൊരു സഭാ സെന്ററുണ്ട്, ഗൾഫ് നാടുകളിലുണ്ട്, യൂറോപ്പിലുണ്ട്, ഓഷ്യാനിയ മേഖലയിലുണ്ട്. ഇവർക്കെല്ലാം വേണ്ടി നമുക്ക് ബിഷപ്പുമാരെയും നമ്മൾ അവിടെ നിയോഗിച്ചിട്ടുണ്ട്, അച്ഛന്മാരെയും നമ്മൾ നിയോഗിച്ചിട്ടുണ്ട്. ലോകമെങ്ങും നമ്മളുടെ വിശ്വാസികളിൽ നിന്ന് പടർന്നു പൊക്കൊണ്ടേയിരിക്കുന്നു. പോകുന്ന വിശ്വാസികൾ അവരെവിടെയെങ്കിലും ആയിപ്പോകട്ടെ എന്നല്ല നമ്മൾ ചിന്തിക്കുന്നത്. അവിടേക്കും അവരെ ഈ സഭയുടെ കൂട്ടായ്മയിലേക്ക്, ആ കെട്ടുറപ്പിലേക്ക് ഉറപ്പിച്ചു നിർത്താനും ഈ പാരമ്പര്യത്തിന്റെ പിന്തുടർച്ചാവാഹകരാക്കാനും നമ്മൾ ഇപ്പോഴും ശ്രമിച്ചുകൊണ്ടേ ഇരിക്കുന്നു. ആ ശ്രമം വലിയ വിജയത്തിലേക്കും എത്തിക്കൊണ്ടിരിക്കുന്നു. ഇതൊക്കെ നമ്മൾ എങ്ങനെ ചെയ്തു എന്ന് ചോദിച്ചാൽ
മാർ ഇവാനിയോസ് തിരുമേനി എന്ന് പറഞ്ഞ ആ വലിയ മിഷണറി കാണിച്ചു തന്ന ആ ഒരു പാതയിലൂടെ തന്നെ നമ്മൾ മുന്നോട്ട് പോകും. അദ്ദേഹത്തിന്റെ അരുമ ശിഷ്യനായിരുന്ന ഗ്രിഗോറിയോസ് തിരുമേനിയും അതേ പാതയിൽ തന്നെ നമ്മൾ നയിച്ചു. വലിയ വളർച്ച അദ്ദേഹത്തിന്റെ കാലത്തുണ്ടായി. പിൽക്കാലത്ത് സിറിൽ മാർ ബസേലിയോസ് തിരുമേനി അത് തന്നെയാണ് ചെയ്തത്. സിറിൽ മാർ ബസേലിയോസ് തിരുമേനി ഈ സഭയ്ക്ക് പുതിയൊരു വിശേഷണം കൂടി കൊടുത്തു. പാരമ്പര്യത്തിൽ അല്ലെ വിശ്വാസത്തിൽ ക്രൈസ്തവരും പാരമ്പര്യത്തിൽ ഭാരതീയമായ ഞങ്ങൾ എന്ന് പറഞ്ഞുകൊണ്ടുള്ള പുതിയൊരു സംസ്കാരത്തിൽ കേരളീയരുമെന്നുള്ള പുതിയൊരു വിശേഷണം കൂടി കൊടുത്തുകൊണ്ട് ഈ സഭയെ കൂടുതൽ ഭാരതീയ മൂല്യങ്ങൾ അടിയുറച്ചു നിൽക്കുകയും ആഗോള കത്തോലിക്ക സഭയുടെ അല്ലെങ്കിൽ ആഗോള സഭയുടെ കൂട്ടായ്മയിലേക്ക് വിശ്വാസപരമായി നയിച്ചുകൊണ്ട് പോകുന്നതിൽ പുതിയൊരു പാതയെടുക്കുകയും പുതിയ കാലത്ത് പുതിയ സഭാ നേതാക്കന്മാർ തുടരുന്നത് ആ രീതിയിൽ. അതുകൊണ്ട് നമുക്കെന്ന് കിട്ടിയാൽ അന്ന് നമുക്ക് ഈ സഭയിലേക്ക് പോരുമ്പോൾ അല്ലെങ്കിൽ ഈ പുതിയൊരു മലങ്കര കത്തോലിക്ക സഭ എന്ന് പറയുന്ന ഒരു വ്യക്തി സഭ സ്ഥാപിച്ചുകൊണ്ട് മാർവാനിസിനിമയിൽ വരുമ്പോൾ അന്ന് വേണമെങ്കിൽ നിർബന്ധം പിടിച്ചിരുന്നെങ്കിൽ അന്ന് തന്നെ നമുക്ക് കാതോലിക്ക സ്ഥാപിതമാകുമായിരുന്നു. നമുക്ക് കാതോലിക്ക സ്ഥാനം കിട്ടും. പക്ഷെ ഇവാനിയോസ് തിരുമേനി പറഞ്ഞു, ഞാനല്ല, ഇവിടുന്ന് നിലവിലുള്ള നമ്മൾ സ്ഥാപിച്ച ആ കാതോലിക്ക ബാവ തന്നെ ഇങ്ങോട്ട് വരുമ്പോൾ ഞാനതിനൊരു തടസ്സമാകാൻ പാടില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് നമ്മളത് പോകുന്നത്. പിൽക്കാലത്ത് നമ്മുടെ നിലപാട് അത് തന്നെയാണ്. എങ്കിലും കാലക്രമത്തിൽ നമ്മളെ ഒരു മേജർ ആർച്ച് ഡയസായിട്ട് നമ്മളുടെ നിബന്ധന പ്രഖ്യാപിക്കുകയും മേജർ ആർക്കി എപ്പിസ്കോപ്പൽ സഭയായിട്ട് നമ്മുടെ സഭ മാറുകയും ചെയ്തപ്പോൾ സ്വാഭാവികമായിട്ട് നമ്മളും കാതോലിക്ക സ്ഥാനവും മറ്റു സ്ഥാനവും ഒക്കെ നമ്മൾ കിട്ടി. അതായത് 1930 തന്നെ നമുക്ക് കിട്ടാമായൊരു സ്ഥാനം നമ്മൾ കുറച്ചുകൂടി വൈകിച്ചു എന്നുണ്ട്. അതായത് ആരും സ്ഥാനങ്ങളിലേക്കല്ല അന്നും ഇന്നും ചിന്തിച്ചിരുന്നത്, അതിനപ്പുറം എല്ലാ ആളുകളെയും നമ്മളുടെ ഒരേ വിശ്വാസധാര പിന്തുടരുന്ന എല്ലാവരെയും ഒരുമിച്ച് കൊണ്ടുവരിക എന്നുള്ള ഒരു ചിന്ത. മലങ്കര സഭ എന്ന് പറയുന്ന സഭ ഒന്നായി തന്നെ പഴയ കുറേ മോശമായ അനുഭവങ്ങൾ കാരണം നമ്മൾ കൂരൻകുരിശ് സത്യത്തോടെ നമ്മൾ ആ ആഗോള കൂട്ടായ്മയിൽ നിന്ന് വിട്ടുപോയെങ്കിൽ ആ കാലമൊക്കെ കഴിഞ്ഞെന്നും മുറിമുണങ്ങിയെന്നും പുതിയൊരു കാലത്തിന്റെ സമയമായെന്നും പുതിയൊരു രീതികളുടെ സമയമായും എന്ന് ചിന്തിച്ചുകൊണ്ട് ആഗോള കൂട്ടായ്മയിലേക്ക് കൂടുതൽ ആളുകൾ കടന്നു വരണമെന്ന് ചിന്തിച്ചുകൊണ്ട് മാർ ഇവാനിയോസ് തിരുമേനി തുടക്കപ്പെട്ട ആ പ്രസ്ഥാനം ഇന്നും ഇത്രയും ശക്തമായി മുന്നോട്ട് പോകുന്നത് ആ അടിത്തറയിൽ നിന്നുകൊണ്ടാണ്. ആ അടിത്തറ നമ്മൾക്ക് ഭദ്രമാണ്. അതുകൊണ്ടാണ് മറ്റ് പലയിടത്തും പല ഉലച്ചിലുകൾ ഉണ്ടാകുമ്പോഴും മലങ്കര കത്തോലിക്ക സഭ ഒരു ഉലച്ചിലും ഒരു തർക്കവും ഇല്ലാതെ വളരെ ഭംഗിയായി മുന്നോട്ട് പോകുന്നു. ആ കാര്യത്തിൽ മാർ ഇവാനിയോസ് തിരുമേനിയെ എത്രത്തോളം പ്രകീർത്തിച്ചാലും നമുക്ക് ഇന്ന് മതിയാവില്ല. ഞാൻ നേരിൽ കണ്ടിട്ടുള്ള ഒരാളല്ല. ഞാൻ എൻ്റെ അന്വേഷണത്തിൽ മനസ്സിലാക്കിയ കാര്യങ്ങൾ മാത്രമാണ് ഞാൻ പറയുന്നത്. അല്ലാതെ മാർ ഇവാനിയോസ് തിരുമേനി ഇപ്പോൾ നമ്മളുടെ മുന്നിൽ ധന്യനാണ്. ധന്യൻ പദവിയിലേക്ക് എത്തിയിരിക്കുന്നു. നമുക്ക് നമ്മളുടെയൊക്കെ ആഗ്രഹം അദ്ദേഹം വിശുദ്ധ പദവിയിലേക്ക് എത്രയും പെട്ടെന്ന് എത്തട്ടെ എന്നാണ്. അദ്ദേഹം വിശുദ്ധ പദവിയിലെത്തും മുമ്പ് തന്നെ നമുക്ക് അദ്ദേഹം വിശുദ്ധനാണ്. മാർ ഇവാനിയോസ് തിരുമേനിയുടെ ഓർമ്മകൾക്ക് മുന്നിൽ പ്രണാമം അർപ്പിച്ചുകൊണ്ട് ഞാൻ ഒരിക്കൽ കൂടി അദ്ദേഹത്തെ ഓർത്തുകൊണ്ട് വീണ്ടും അദ്ദേഹത്തെ പഠിക്കും എന്ന് ഉറപ്പ് തന്നുകൊണ്ട് നിങ്ങൾ അദ്ദേഹത്തെ കൂടുതൽ പഠിക്കണം. നമ്മളുടെ പുതിയ തലമുറ കുഞ്ഞുങ്ങളുടെ ഇരിപ്പുണ്ട്. ഇവരൊക്കെ ആരായിരുന്നു മാർ ഇവാനിയോസ് തിരുമേനി, ആരായിരുന്നു നമ്മുടെ സഭാപിതാക്കന്മാർ, എന്താണ് അവർക്ക് നൽകിയ സേവനം, എങ്ങനെയാണ് നമ്മളെ ഈ വിശ്വാസം ഉറപ്പിച്ചു നിർത്തിയത്. നമുക്കിന്ന് ധൈര്യപൂർവ്വം നമുക്ക് വളരെ അഭിമാനത്തോടെ ഞങ്ങൾ ഇന്ന സഭയാണ് ഞങ്ങളെന്ന് പറയാൻ തക്കവണ്ണം നമ്മളെ വളർത്തിയത് ആരാണ്, അതിലേക്ക് നമ്മൾ എങ്ങനെ എത്തിച്ചേർന്നു തുടങ്ങിയ കാര്യങ്ങളെ കുറിച്ചുള്ള അന്വേഷണം തുടർന്നുകൊണ്ടേയിരിക്കണം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു. ഞാൻ ഞാൻ കൂടുതൽ നേരം ദീർഘിപ്പിക്കില്ല. അച്ഛൻ എന്നോട് പറഞ്ഞ 1 മണിക്കൂർ നമ്മൾ 1 മണിക്കൂറൊക്കെ സംസാരിക്കാൻ പറഞ്ഞ് കുറച്ച് കടന്ന കൈയാണ്. മാക്സിമം അരമണിക്കൂർ, സാധാരണ ഞാൻ 20 മിനിറ്റാണ് ഉള്ളത് സംസാരിക്കാൻ. കാരണം അതിനപ്പുറം ആരും ശ്രദ്ധിച്ചിരിക്കില്ല എന്നുള്ളത് എനിക്ക് നന്നായിട്ട് അറിയാം. അതുകൊണ്ട് തന്നെ ഞാനിവിടെ നിർത്തുന്നു. നന്ദി, നമസ്കാരം. മുഴുവൻ കുടുംബങ്ങളുടെ പേരിലുള്ള നന്ദി ഹൃദയപൂർവ്വം ഈ അവസരത്തിൽ അറിയിക്കുന്നു. ഇനിയും ഞങ്ങളുടെ ക്ഷണം സ്വീകരിച്ച് ഇവിടെ എത്തണം എന്നുകൂടി ഓർപ്പിച്ചുകൊണ്ട് എല്ലാവിധമായ നല്ല വാക്കുകൾക്ക് നന്ദി അർപ്പിച്ചുകൊണ്ട് നിർത്തുന്നു.